ഹായ് ഗൈസ്, ഇന്ന് നമ്മുടെ ഡ്രാമയുടെ ഫൈനൽ എപ്പിസോഡാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ മിസ് ചെയ്യാതെ കാണണേ. സോ ലാസ്റ്റ് എപ്പിസോഡിലെ ഹീറോയിന്റെ അച്ഛൻ എല്ലാ സ്വത്തുക്കളും നമ്മുടെ യൂച്ചാന്റെ പേരിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അച്ഛൻ കോമയിലാകാൻ കാരണം സീനിയർ ആണെന്ന് മനസ്സിലാക്കിയ യൂച്ചാനെ ബൂയാന്റെ കൂടെ സ്റ്റേ ചെയ്യാൻ അവളുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ ഇതിനെല്ലാം കാരണം യൂച്ചാനാണെന്ന് കരുതിയിട്ട് ബൂയാൻ അവനോട് ഭയങ്കര ദേഷ്യത്തിലുമാണ്. പക്ഷെ അവൻ അവിടെ നിൽക്കുന്നത് ബൂയാൻക്ക് തീരെ ഇഷ്ടമല്ല. എന്നാൽ അന്നേരം യൂച്ചാൻ അവളെയും തൂക്കിയെടുത്തോണ്ട് വാ ഉറങ്ങാനായെന്നും പറഞ്ഞിട്ട് റൂമിലേക്ക് എടുത്തോണ്ട് പോകും. ഇതെല്ലാം കണ്ട് സീനിയർ ഇവിടെ ആകെ ടെൻഷനായിരിക്കുകയാണ്. ഇവിടെ അവളെ എടുത്തോണ്ട് വന്ന് കഥക് ഊറ്റിയിടും. അപ്പോ അവൾ എന്നെ വിടടാന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടും. അപ്പോ അവൻ വന്നിട്ട് നീ എന്തിനാ എന്നോട് ഇത്ര ദേഷ്യപ്പെടുന്നത്? ഒരു പക്ഷെ നിന്റെ അച്ഛൻ ഇങ്ങനെ വരാൻ കാരണം ഞാനാണെന്ന് കരുതിയിട്ടാണോ? അതോ നിന്റെയും സീനിയറുടെയും എൻഗേജ്മെന്റ് ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടിട്ടാണോ? ആദ്യം നീ പറ, നിന്റെ അച്ഛൻ മരിക്കാൻ കാരണം എന്റെ അച്ഛനാണോ? അതിന് എന്താ കാരണം എന്നവൾ ചോദിക്കുമ്പോൾ ഉത്തരം കൊടുക്കാൻ അവന്റെ കയ്യിൽ ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല. എന്റെ സമ്മതത്തോടു കൂടിയാണ് സീനിയറുമായുള്ള എൻഗേജ്മെന്റ്. അതിന് നിനക്കെന്താടാ പ്രശ്നം? അപ്പൊ യൂച്ചാൻ പറയും സീനിയർ ചെയ്യുന്നത് ഒരു വഞ്ചനയാണ്. അപ്പൊ നീ ചെയ്യുന്നതോ? നീ എന്റെ അച്ഛന്റെ സ്വത്ത് മോഹിച്ചു അച്ഛനെ കൊല്ലാൻ നോക്കിയില്ല എന്ന് പറയുമ്പോൾ അവൻക്കാകെ ദേഷ്യം വന്ന് അവൻ അവളെ കിസ് ചെയ്യും. ഇവിടെ ഇവർ രണ്ടാളും ഒരുമിച്ച് ഒരു റൂമിൽ നിൽക്കുന്നത് സീനിയറിന് തീരെ സഹിക്കുന്നില്ല. അവൻ വന്ന് ചെങ്ങിനോട് മോളെ അമ്മയോട് പോയിട്ട് പറ ഷിയാങ്ങിന് തീരെ വെയ്യെന്ന്, വേഗം പോയി അമ്മയെ വിളിച്ചോണ്ട് വാ എന്ന് പറയും. അവൻ പറഞ്ഞ പോലെ ചെങ്ങ് ബൂയാനെയും കൂട്ടി വരും. എന്നാൽ ഷിയാങ് അവിടെ നോർമലായിട്ട് കളിച്ചോണ്ടിരിക്കുവായിരുന്നു. എന്തു പറ്റി നിനക്ക് വെയ്യെന്നൊക്കെ കേട്ടല്ലോ, എന്താ നിനക്ക് പറ്റിയെന്ന് അമ്മ ചോദിക്കുമ്പോൾ എനിക്കൊന്നുമില്ലല്ലോ അമ്മ എന്ന് പറയും. എന്താ മോളെ നീ എന്നെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കുവാണോ? എനിക്കൊരു പ്രോബ്ലവും ഇല്ലല്ലോ, അപ്പൊ നീ എന്നോട് കളവ് പറഞ്ഞതാണോ എന്നൊക്കെ ചോദിച്ച് അവളെ ചീത്ത പറയും. അപ്പോ അവള് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് അമ്മേ എന്നോട് ക്ഷമിക്കാമേ, ഞാൻ കളവ് പറഞ്ഞതൊന്നുമല്ല. ആ സീനിയർ അങ്കൾ എന്നോട് ഷിയാങ്ങിന് വെയ്യാന്ന് പറഞ്ഞ് അമ്മയെ കൂട്ടിക്കൊണ്ടുവരാൻ നിർബന്ധിച്ചതാണെന്ന് പറയും. അപ്പോ കറക്റ്റ് ടൈം യൂച്ചാൻ വന്നതും കുട്ടികൾ രണ്ടാളും സന്തോഷത്തോടെ അവന്റെ അടുത്തേക്ക് ഓടിപ്പോകും. ഷിയാങ് അവനോട് കുറുമ്പിലായിരിക്കും. എന്താടാ എന്നോട് ദേഷ്യമുള്ള പോലെ എന്നവൻ ചോദിക്കുമ്പോൾ നീ ഞങ്ങളെ വിട്ടു പോകില്ലെന്ന് ഞങ്ങൾക്ക് പ്രോമിസ് തന്നതല്ലേ, പിന്നെ നീ എന്തിനാ പ്രോമിസ് ബ്രേക്ക് ചെയ്തേ എന്ന് ഷിയാങ് ചോദിക്കും. സോറിടാ, അത് എന്റെ തെറ്റാണ്. പക്ഷെ ഇപ്പോ ഞാൻ നിങ്ങളെ കാണാൻ ഇങ്ങോട്ട് വന്നില്ലേ, ഇപ്പൊ എല്ലാവരും ഒന്നായില്ലേ എന്നും പറഞ്ഞ് അവർ സന്തോഷത്തോടെ ജോളിയായിരിക്കും. അപ്പോ അവൻ ഷെങ് കരയുന്നത് കണ്ടിട്ട് ഷെങ് ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞ് അവളെയും വിളിച്ച് രണ്ടാളെയും അവൻ മടിയിലിരുത്തും. എന്നിട്ട് നീ അമ്മയോട് സോറി പറ, അപ്പോ അമ്മ നിന്നോട് ക്ഷമിക്കുമെന്ന് പറയും. അപ്പൊ അവളും ആ സോറി അമ്മ. അപ്പോ അവള് ആ ഓക്കെ. ഷെങ് കരയുന്നത് കണ്ട് ഷിയാങ് അവളെ തോണ്ടി കളിയാക്കും. ഇവർ മൂന്നുപേരും സന്തോഷത്തോടെ ഇരിക്കുന്നത് കണ്ട് ബൂയാനും ഹാപ്പിയാകും. ശേഷം വാ ഉറങ്ങാനായി എന്നും പറഞ്ഞിട്ട് കുട്ടികളെയും കൂട്ടി അവൾ റൂമിലേക്ക് പോകും. ശേഷം അവരെ ഉറക്കി അവൾ ഡോറടക്കാൻ നേരം അങ്ങോട്ട് സീനിയർ അവളോട് സംസാരിക്കാനായിട്ട് വരും. നീ ഫ്രീ ആണോ? എനിക്ക് നിന്നോട് ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ടെന്ന് പറയും. അപ്പോ അവള് ഇന്ന് വേണ്ട, കുട്ടികളൊക്കെ ഉറങ്ങി, നമുക്ക് നാളെ സംസാരിക്കാമെന്ന് പറയും. അപ്പോ അവൻ നീ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഷെങ്ങിനോട് നുണ പറഞ്ഞ് നിന്നെ കൊണ്ടുവരാൻ ഒരു കാരണമുണ്ട്. നിന്നെ ആ യൂച്ചാൻ വല്ലതും ചെയ്യുമെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ നുണ പറഞ്ഞത്. അപ്പോ അവൾ വളരെ കോപത്തോടെ ഷിയാങ്ങിന്റെ പ്രോബ്ലം നിനക്കറിയുമല്ലോ, നീ അവന്റെ ഡിസീസ് വെച്ച് എന്നെ പറ്റിച്ചത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. കുട്ടികളെ വെച്ച് നുണ പറയുന്നത് എന്ത് വലിയ തെറ്റാണെന്ന് നിനക്കറിയില്ലേ? അതെനിക്കറിയാം, നീ കഷ്ടപ്പെടുന്നതും എനിക്കറിയാം. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കല്യാണം കഴിച്ചാലോ? അപ്പൊ നമുക്ക് രണ്ടാൾക്കും അവനെ നന്നായി നോക്കാമെന്ന് അവൻ പറയുമ്പോൾ എനിക്ക് നിന്റെ മേൽ ഒരു ഫീലിങ്സും ഇല്ലെന്ന് നിനക്കറിയില്ലേ, പിന്നെ നീ എന്തിനാ കല്യാണം കഴിഞ്ഞ ഈ എന്റെ പിറകെ നടക്കുന്നേ? ഇനി എനിക്ക് ഇതും കൂടെ താങ്ങാൻ വയ്യ, ഒരുപാട് കഷ്ടതകൾ താങ്ങി മടുത്തു. സോ ഞാനിത് ഒറ്റക്ക് തന്നെ ഹാൻഡിൽ ചെയ്തോളാമെന്ന് അവൾ പറയും. അപ്പോൾ കറക്റ്റ് ടൈമിൽ ഇത് കേട്ടുകൊണ്ട് യൂച്ചാൻ അങ്ങോട്ട് വരും. എന്നിട്ട് അവൻ അകത്തോട്ട് കയറാൻ നിൽക്കുമ്പോൾ സീനിയർ അവനെ പിടിച്ചു വെച്ചിട്ട് നീ ഇത് എവിടേക്കടാ കയറി പോകുന്നേ? ഇവളെന്റെ ഫിയാൻസിയാണ്, നിനക്ക് ഇവിടുന്ന് ഇത്രയും ധൈര്യം, അതും എന്റെ മുന്നിലൂടെ അകത്തോട്ട് കയറാൻ? അപ്പോ യൂച്ചാൻ ഇവൻ വെറും ഫിയാൻസിയല്ലേ, ഇവന്റെ സംസാരം കേട്ടാൽ നിന്റെ ഹസ്ബൻഡ് ആണെന്ന് തോന്നുമല്ലോ എന്നും പറഞ്ഞ് സീനിയറെ പുറത്തേക്ക് തള്ളി അവളെയും കൂട്ടി അകത്ത് കടന്ന് കഥക് ക്ലോസ് ചെയ്യും. അപ്പോൾ അവൾ നീ എന്താടാ ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ അവൻ അവളെ എടുത്ത് ബെഡിൽ കിടത്തിയിട്ട് അവൻ താഴെ പായ വിരിച്ചു കിടക്കും. അവൻ ഉറങ്ങിയ നേരം ബൂയാൻ അവനെ നോക്കിയിട്ട് ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇവൻ നല്ലവനാണെന്ന് തോന്നുന്നു എന്ന് മനസ്സിൽ കരുതും. ഇപ്പൊ ബൂയാൻ ഉണർന്നു നോക്കുമ്പോൾ താഴെ യൂച്ചാനെ കാണുന്നുണ്ടാകില്ല. അപ്പോ അവൻ അവളുടെ അച്ഛനെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾ എന്തിനാ എല്ലാ സ്വത്തുക്കളും എന്റെ പേരിൽ എഴുതി വെച്ചത്? അതുകൂടാതെ നിങ്ങൾ മയങ്ങി വീഴുന്നതിന് മുമ്പ് എന്നോട് എന്തോ പറയാൻ വന്നിരുന്നല്ലോ, അത് എന്താന്നൊക്കെ അവൻ അച്ഛനോട് ചോദിക്കും. അപ്പോ അവന്റെ ഫ്രണ്ട് വന്നിട്ട് ഇവരാണടാ നിന്റെ അച്ഛനെ കൊന്നത്, ആ ഇയാളെ നീ എന്തിനാ രക്ഷിച്ചത്? അതുകൂടാതെ നിന്റെ ഭാര്യയും നീയാണ് ഇതൊക്കെ ചെയ്തത് എന്നാണ് അവൾ കരുതിയിരിക്കുന്നത്. നിനക്ക് അവളോട് ഇതെല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കാര്യം സോൾവ് ആക്കി കൂടെ എന്ന് ആ ഫ്രണ്ട് പറയുമ്പോൾ എന്റെ അച്ഛൻ മരിച്ചതിനെ പറ്റി ഇയാൾ എണീറ്റിട്ട് ഞാൻ അയാളോട് ചോദിച്ചോണ്ട്, പക്ഷെ ഇയാളെ ഇപ്പൊ കൊല്ലാൻ നോക്കിയത് ആരാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. ഇയാൾ മരിക്കാത്തത് കൊണ്ട് ആ കില്ലർ വീണ്ടും ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അച്ഛനെ നീ നോക്കണമെന്ന് ഈ ഫ്രണ്ടിനോട് പറയും. ഇതെല്ലാം സീനിയർ അവിടെയുള്ള ഒരു റെക്കോർഡർ വെച്ച് കേൾക്കുന്നുണ്ടാകും. അന്നേരം ഈ റെക്കോർഡർ യൂച്ചാൻ കാണാനിടയുണ്ടായി. അപ്പോ തന്നെ സീനിയർ ആ റൂമിലേക്ക് കടന്നു വരും. എന്നിട്ട് യൂച്ചാനോട് നീ എന്തിനാടാ ഈ സമയത്ത് ഇങ്ങോട്ട് വന്നേ? ഈ ചോദ്യം കേൾക്കുമ്പോൾ യൂച്ചാന് വീണ്ടും സംശയം കൂടും. അപ്പോ സീനിയർ എന്താടാ നിനക്ക് ഞാനാണ് കൊല്ലാൻ നോക്കിയതെന്ന് സംശയമുണ്ടോ? ഇനി അഥവാ അത് ചെയ്തത് ഞാനാണെങ്കിലും തന്നെ അതിന് നിന്റെ അടുത്ത് എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ എന്ന് സീനിയർ ചോദിക്കും. എന്നാൽ ഇതെല്ലാം ബൂയാൻ കേൾക്കുന്നുണ്ടാകും. അന്നേരം യൂച്ചാൻ നീ കൊല്ലാൻ നോക്കിയാലും ഇല്ലാലും എനിക്കൊരു കുഴപ്പവുമില്ല, എനിക്ക് അയാളോട് ഓൾറെഡി ദേഷ്യമാണ്, ഞാൻ ചെയ്യാൻ വെച്ചിരുന്ന റിവെഞ്ച് നീ ചെയ്തു, അത്ര തന്നെ എന്ന് യൂച്ചാൻ പറയും. അപ്പൊ സീനിയർ നോക്ക്, ബൂയാൻ എന്റെ ഫിയാൻസിയാണ്, നീ അവളോട് കൂട്ടുകൂടുന്നതൊന്നും അവൾക്ക് ഇപ്പോ ഇഷ്ടമല്ല, അതുകൊണ്ട് അവളെ
അവളെ നീ മറന്നേക്കെന്ന് പറയും. അപ്പോ യൂച്ചാൻ എണീറ്റിട്ട് ദേഷ്യത്തോടെ അവൾ എന്റെ വൈഫാണ്, നീ വിചാരിക്കുന്ന പോലെ അത്ര ഈസി ആയൊന്നും ഞാൻ അവളെ ഒഴിവാക്കില്ല, അവൾ എന്റെ ഹാർട്ടാണെന്ന് പറയും. ഇത് കേട്ട് ദേഷ്യം വന്ന് സീനിയർ അവനുമായി അടിപിടി ഉണ്ടാക്കും. ഇവിടെ ഭൂയന് സീനിയറുടെ മേൽ ചെറിയ ഡൗട്ടൊക്കെ അടിക്കാൻ തുടങ്ങി. ഇവൻ എന്തിനാ അങ്ങനെയൊക്കെ സംസാരിച്ച്? അവനക്കും അച്ഛനും തമ്മിൽ എന്താ പ്രശ്നമെന്ന് മനസ്സിലാകുന്നില്ലല്ലോ. സത്യം എന്താണെന്ന് അറിയാൻ ഭൂയൻ അവളുടെ അച്ഛന്റെ ലോയറെ കാണാനായിട്ട് പോകും. അപ്പോ അയാള് നിന്റെ അച്ഛൻ എല്ലാ സ്വത്തുക്കളും യൂച്ചന്റെ പേരിലാണ് എഴുതി വെച്ചിരിക്കുന്നത്, പക്ഷെ എന്താ റീസൺ എന്ന് അറിയില്ല. പക്ഷെ സാറ് ഞാൻ അവന്റെ അച്ഛനോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു, എന്തിനാണെന്നും അറിയില്ലെന്ന് ആ ലോയർ പറയും. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വേറെ എന്തെങ്കിലും അറിയുമോ, വേറെ ആരെങ്കിലും ഇതിനെപ്പറ്റി അറിയുന്നവരുണ്ടോ എന്നൊക്കെ അവൾ ചോദിക്കും. അപ്പൊ ഈ ലോയറെ ഞാൻ അച്ഛനോട് സംസാരിച്ചിറങ്ങുന്ന സമയത്ത് സീനിയർ എന്തോ ഒന്ന് കയ്യിൽ പിടിച്ച് അകത്തോട്ട് പോകുന്നത് കണ്ടിരുന്നു. അപ്പൊ ഭൂയന് സീനിയറുടെ മേൽ കൂടുതൽ സംശയം വരാൻ തുടങ്ങും. ഇവിടെ ഷിയാങ് കളിച്ചോണ്ടിരിക്കുമ്പോൾ സീനിയർ അവന്റെ അടുത്തോട്ട് വന്നിട്ട് അവനോട് ക്ലോസ് ആവാൻ തുടങ്ങും. അപ്പൊ ഭൂയൻ ഓടി വന്നിട്ട് സീനിയർ കുട്ടിയെ എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതിയിട്ട് സീനിയർ അവൾ തള്ളിയിട്ടിട്ട് ഷിയാങ്ങിനെ പിടിച്ചിട്ട് ഷിയാങ് നിനക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് അവനെ നന്നായി നോക്കും. ഇതെല്ലാം സീനിയർ നോട്ട് ചെയ്യുകയും അവളെ വലിച്ചു കൊണ്ടുവന്നിട്ട് എനിക്ക് നിന്നോട് സംസാരിക്കണം, നീ എന്തിനാ എന്നെ കണ്ട് ഇങ്ങനെ വേടിക്കുന്നേ, അതിന് മാത്രം ഞാൻ എന്താ ചെയ്തേ? ഷിയാങ്ങിന് വെയ്യാന്നറിഞ്ഞതും അവൻക്ക് ബോൺമാരോ മാച്ച് ചെയ്യാൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്ന് നിനക്കറിയാമോ? നിനക്ക് വേണ്ടിയാണ് ഞാൻ എന്റെ പേരൻസിനെ പോലും വെറുപ്പിച്ചിട്ട് ഇങ്ങോട്ട് വന്നേ. പക്ഷെ നിനക്ക് അതൊന്നും അറിയണ്ട, യൂച്ചനും കുടുംബവും നിന്നെ വഞ്ചിക്കുകയാണ്. അവന്റെ കൂടെ ഇരുന്നാൽ നീ ഒരിക്കലും ഹാപ്പിയായി ജീവിക്കില്ല, അവനേക്കാളും എത്രയോ മടങ്ങ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോ അവള് നീ ഈ ചെയ്യുന്നതിനെയൊന്നും ലവ് എന്ന് പറയില്ല, നീ ഓൾറെഡി എന്നെ ബ്രേക്കപ്പ് ചെയ്തു പോയവനാണ്, എന്നാൽ ഞാൻ അവന്റെ കൂടെ ഇരിക്കുമ്പോഴെല്ലാം നിനക്ക് പൊസസീവ്നെസ് ആണ്, അതുകൊണ്ടാണ് നീ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. ഞാനും ഒരു മനുഷ്യനാണ്, നിങ്ങളെല്ലാം എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് അവൾ സങ്കടത്തോടെ പറയുമ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല ഭൂയാൻ, നീ തെറ്റിദ്ധരിച്ചതാകും. ഓഹോ അങ്ങനെയാണെങ്കിൽ എന്റെ പെർമിഷൻ ഇല്ലാതെ എന്തിനാണ് എന്റെ അച്ഛനും നീയും നമ്മൾ തമ്മിലുള്ള എൻഗേജ്മെന്റ് കൺഫേം ചെയ്തത്? ഈ ചെയ്യുന്നതിനെ എന്ന് ലവ് എന്നല്ല പറയുന്നത് എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോകാൻ നിൽക്കവേ അവൻ അവളെ പിടിച്ചു വെച്ചിട്ട് നീ എന്നെ പറ്റി എന്തൊക്കെയാ ഈ പറയുന്നതെന്ന് പറഞ്ഞ് അവളെ ഫോഴ്സ് ചെയ്ത് കിസ് ചെയ്യും. അന്നേരം അവൾ അവിടെ ഉണ്ടായിരുന്ന ബോട്ടിൽ പൊട്ടിച്ചിട്ട് എന്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ നിന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞ് അവനെ ഭയപ്പെടുത്തും. അപ്പോ അവൻ യൂച്ചാൻ വന്നതിന് ശേഷമാണ് നീ ആളാകെ മാറിയത്, അതിനു മുന്നേ നീ എന്നെ സ്നേഹിക്കുന്ന പോലെ എനിക്ക് തോന്നിയിരുന്നു. അപ്പോ അവള് ഞാൻ ഇതുവരെ നിന്നെ ഒരിക്കലും ലവ് ചെയ്തിട്ടില്ല, ഇനി ഒരിക്കലും ലവ് ചെയ്യാനും പോകുന്നില്ല എന്നവൾ പറയുമ്പോൾ നീ എന്താ വിചാരിച്ചേ, നിനക്കും യൂച്ചാനും ഒരു ഹാപ്പി എൻഡിങ് ഉണ്ടാകുമെന്ന് നീ കരുതിയോ? എന്നാൽ അത് മനസ്സിൽ വെച്ചാൽ മതി, അതൊരിക്കലും നടക്കത്തില്ല. നീ ഒരു ദിവസം എന്നെ തേടി വരും. ഷിയാങ്ങിന്റേത് മാച്ചുള്ള ബോൺമാരോ ഞാൻ ഓൾറെഡി ചെക്ക് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് സീനിയർ പോകുമ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് അങ്ങോട്ട് യൂച്ചാൻ വരും. ആ ബോട്ടിൽ പൊട്ടിച്ച സമയത്ത് അവളുടെ കയ്യിന് പരിക്ക് പറ്റിയിരുന്നു. അതിന് മരുന്ന് വെച്ച് കൊടുത്തിട്ട് യൂച്ചാൻ അവളോട് ഷിയാങ്ങിന് ബോൺമാരോ മാച്ച് ആവശ്യമുണ്ടോ, അപ്പോ അവനക്ക് ലുക്കീമിയ ഡിസീസ് ഉണ്ടോ, നീ എന്താ എന്നോട് ഇതിനെ പറ്റിയൊന്നും പറയാതിരുന്നേന്ന് അവൻ ചോദിക്കുമ്പോൾ ഞാനെന്തിനാ നിന്നോട് ഇതൊക്കെ പറയുന്നേ, നിനക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ നീ കൂടുതൽ ഇന്റർഫിയർ ആകണ്ട. എന്ത് എനിക്ക് ആവശ്യമില്ലാത്ത കാര്യമോ? അപ്പൊ സീനിയർക്ക് മാത്രമാണ് ഇമ്പോർട്ടന്റ്, അപ്പോ സീനിയറാണ് അവരുടെ അച്ഛൻ, എന്നാൽ അവന്റെ ബോൺമാരെ വെച്ച് ചികിത്സിച്ചാ പോരെ എന്നവൻ പറയുമ്പോൾ അതൊന്നും മേച്ചല്ലെന്ന് അവള് പറയും. ഓക്കെ ശരി, നീ പേടിക്കണ്ട, എനിക്കറിയാവുന്ന ആളുകളെ വെച്ച് ഞാൻ കണ്ടുപിടിച്ച് നിന്നെ സഹായിക്കാമെന്ന് യൂച്ചാൻ പറയും. ഇവിടെ ഭൂയാൻ അച്ഛന്റെ അടുത്തിരുന്നിട്ട് സങ്കടങ്ങളൊക്കെ ഇങ്ങനെ പറയാണ്. അച്ഛ ഇത് ചെയ്തത് യൂച്ചാനാണെന്ന് തോന്നുന്നില്ല, എനിക്ക് തോന്നുന്നു ഇത് ചെയ്തത് സീനിയർ ആണെന്ന്, ഇതിന്റെ എല്ലാം എവിഡൻസ് ഞാൻ തീർച്ചയായും കണ്ടുപിടിക്കുമെന്ന് അവൾ പറയുമ്പോൾ അച്ഛന്റെ കൈ ചെറുതായിട്ട് അനങ്ങാൻ തുടങ്ങും. അപ്പോ അച്ഛൻ റിക്കവറായി വരുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലാകും. എന്നാൽ ഇതെല്ലാം മനസ്സിലാക്കിയ സീനിയർ അച്ഛനെ വീണ്ടും കൊല്ലാനായിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ യൂച്ചാൻ സത്യങ്ങളെല്ലാം കണ്ടുപിടിച്ച് ഭൂയാനെയും കൂട്ടി കാറിലിരുന്ന് അവൻ വെച്ച റെക്കോർഡർ എടുത്തുകൊണ്ടുവന്നിട്ട് ഭൂയാനെ കേൾപ്പിക്കും. ഇതെല്ലാം കേട്ട് അവൾക്കാകെ ഷോക്കായിരിക്കുകയാണ്. ഇവിടെ സീനിയർ അച്ഛനോട് നിങ്ങൾ ഈ മരുന്ന് കുടിച്ച് വേഗം ഇവിടുന്ന് മേലോട്ട് പോകാൻ നോക്ക്, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം ഞാനാണെന്നറിഞ്ഞാൽ ഉറപ്പായും ഭൂയാൻ എന്നെ സ്നേഹിക്കില്ല, അതിനാൽ എനിക്ക് വേറെ വഴി അറിയില്ല, സോ സോറി അങ്കിൾ എന്ന് പറഞ്ഞിട്ട് അച്ഛനെ സിറിഞ്ച് ചെയ്യാൻ നിൽക്കവേ ഇതെല്ലാം കണ്ടുപിടിച്ച് അങ്ങോട്ട് അവർ വരും. അവരെ കണ്ടതും സീനിയർ ആകെ ഷോക്കാകും. സത്യങ്ങളെല്ലാം അറിഞ്ഞില്ലേ, നീ ഇനി എന്നെ എന്താ ചെയ്യാൻ പോകുന്നേ ഭൂയാൻ എന്ന് അവൻ ചോദിക്കുമ്പോൾ അവൾ അവന്റെ കണ്ണും മൂക്കും നോക്കി ഒരൊറ്റ അടി കൊടുക്കും. നിങ്ങൾ എല്ലാവരും പുറത്തു പോകണം, ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാമെന്ന് ഭൂയാൻ കോപത്തോടെ പറയും. നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്തത്, നിനക്ക് ഭ്രാന്താണോ? ആടി എനിക്ക് ഭ്രാന്താണ്, നീ അവനെ എപ്പോ കല്യാണം കഴിച്ചുവോ അപ്പൊ തുടങ്ങിയതാണ് എനിക്ക് ഈ ഭ്രാന്ത്. ഞാൻ നിന്നെ വിട്ടുപോയാൽ നീ അവന്റെ കൂടെ നാലാളും ഒരു ഫാമിലിയായി ജീവിക്കില്ലേ, അതെനിക്ക് കാണാൻ പറ്റില്ല. എന്താടാ നീ പിരി പോയ പോലെ സംസാരിക്കുന്നേ, അതിനുവേണ്ടി നീ എന്റെ അച്ഛനെ എന്തിനാ കൊല്ലാൻ നോക്കിയേ? ഇതുവരെ ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടില്ല, കൂടാതെ നീ അബ്രോഡ്ക്ക് പോകാണെന്നറിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, എന്നാൽ ഞാൻ നിന്റെ കൂടെ നിൽക്കുമ്പോഴെല്ലാം എനിക്കൊരു ഇറിറ്റേറ്റിംഗ് ഫീലാണ്. ഇനി മുതൽ നിന്റെ മുഖം പോലും ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല. കൂടാതെ നീ എന്റെ അച്ഛനോട് ചെയ്ത തെറ്റിന് അച്ഛൻ റിക്കവർ ആയതിനു ശേഷം അച്ഛൻ തന്നെ നിനക്ക് തന്നോളുമെന്ന്
എന്നൊക്കെ പറഞ്ഞ് അവൾ അവനെ അവിടുന്ന് ഓടിക്കും. അപ്പൊ യൂച്ചാൻ വന്നിട്ട് ഷിയാങ്ങിന്റെ ബോൺമേര മാച്ചിന് ആളെ കണ്ടുപിടിച്ചെന്നല്ലേ അവൻ പറഞ്ഞത്. അപ്പൊ അവള് നീയല്ലേ പറഞ്ഞ് നീ കണ്ടുപിടിക്കാൻ സഹായിക്കുമെന്ന്. അപ്പോ അവൻ നീ പേടിക്കണ്ട, ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്, ഷിയാങ് ഉറപ്പായും റിക്കവറായി വരും, നീ ഒന്നിനെ കുറിച്ചും പേടിക്കണ്ടെന്ന് അവൻ പറയും. അപ്പോ അവൾ അവനെ സഡനായി കെട്ടിപ്പിടിക്കും. ഇപ്പോ ഏകദേശം പ്രോബ്ലംസ് എല്ലാം സോൾവ് ആയി പോകുന്ന പോലുണ്ട്. എന്നാൽ അതിനെല്ലാം ഇടയിലേക്ക് ബൂയന്റെ ബ്രദർ ജിയാങ് കടന്നു വരും. അവൻ വെള്ളിക്ക് കോൾ ചെയ്തിട്ട് നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് അവരെ വേർപ്പെടുത്തിയാലോ, നീ ഓക്കെ ആണോന്ന് ചോദിക്കും. അതേസമയം ഷിയാങ്ങിന് ട്രീറ്റ്മെന്റ് എല്ലാം കൊടുത്തു വരികയാണ്. ഡോക്ടർ അവരോട് അവൻക്ക് ഇനി ടൈമിന് മെഡിസിൻ കൊടുത്താൽ മതി, അപ്പോഴേക്കും അവൻ റിക്കവറായി വരും എന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഷിയാങ്ങിനെ കാണാതാകും. അവൾ അവനെ ഒരുപാട് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളി വന്നിട്ട് അതുവഴി പോയെന്ന് പറഞ്ഞ് ജിയാങ് നിൽക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുക്കും. ഇപ്പോ ജിയാങ് അവർ രണ്ടാളെയും കിഡ്നാപ്പ് ചെയ്ത് ഇവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. അന്നേരം ബൂയൻ ഡാ നീ എന്നെ എന്ത് വേണേലും ചെയ്തോ, പക്ഷെ അവനെ വെറുതെ വിട്, അവൻ ചെറിയ കുട്ടിയാണെന്ന് പറഞ്ഞ് അവള് കരയും. അതേസമയം ജിയാങ് യൂച്ചനെ വിളിച്ചിട്ട് നിന്റെ മകനും ഭാര്യയും എന്റെ കസ്റ്റഡിയിലുണ്ട്, എന്റെ അച്ഛനെഴുതിയ സ്വത്തെല്ലാം എടുത്തോണ്ട് ഇങ്ങോട്ട് വാ, അപ്പോ ഞാൻ ഇവരെ വിട്ടുതരാമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യും. അങ്ങനെ യൂച്ചൻ അവനെ കാണാനായിട്ട് വരും. നിന്റെ ഡീൽ പ്രകാരം ഷെയർസ് എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഇനി എന്റെ ഭാര്യയെയും ഷിയാങ്ങിനെയും വിട്ടുതാ എന്ന് പറഞ്ഞ് അത് അവനക്ക് എറിഞ്ഞു കൊടുക്കും. ഇത് ശരിക്കും നിന്റെ പ്രോപ്പർട്ടിയാണ്, പക്ഷെ ഇത് അനുഭവിക്കാനുള്ള യോഗം എനിക്കാണ്, ഇവളെ കൂടെയുണ്ടായാൽ അതെനിക്ക് പ്രശ്നമാണ്, പക്ഷെ എന്റെ അച്ഛനക്ക് ഇഷ്ടം ഇവളെയാണ്, അതുകൊണ്ട് ഇവള് മരിക്കുന്നതാണ് നല്ലത്. എന്നാൽ അതിനു മുന്നേ ഞാൻ ആദ്യം നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് ജിയാങ് അവനെ അടിക്കാൻ നിൽക്കവേ അവൻ അത് പിടിച്ചു വെക്കും. നീ കാരണം ഞാനും അമ്മയും ഒരുപാട് അനുഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ജിയാങ് അവനെ അടിക്കാൻ നിൽക്കും. അപ്പൊ യൂച്ചൻ അവന്റെ ആളുകളെല്ലാം അടിച്ച് ജിയാങ്ങിനെയും കൊല്ലാൻ നിൽക്കണേ. അന്നേരം ജിയാങ് നീ എന്നെ കൊന്നാൽ ഷിയാങ് എവിടെയാണെന്ന് നീ എങ്ങനെയാ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ യൂച്ചൻ അവനെ അവിടെ കെട്ടിയിടും. അപ്പോഴേക്കും സീനിയർ ബൂയനെ രക്ഷിക്കാൻ വരും. പെട്ടെന്ന് ആ ഭാഗത്ത് നിന്നും കാർ പൊട്ടിത്തെറിക്കും. സീനിയർ ആകെ പേടിച്ചിട്ട് യൂച്ചാനും ബുയാനും എവിടെ അതിൽപ്പെട്ട് മരിച്ചിട്ടുണ്ടാകുമ്പോ ആകെ പേടിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യൂച്ചാൻ മാസ ലുക്കിൽ അവളെ രണ്ട് കൈയിലും എടുത്തോണ്ട് ആ ഫയർ ബാക്ക്ഗ്രൗണ്ടിലൂടെ കത്തിച്ചൊലിക്കുന്ന മുഖവുമായി വരുന്നുണ്ടായിരുന്നു. ഈ ഒരു സീൻ കണ്ട് സീനിയർ ആകെ അന്തം വീഴും. ഇവിടെ ഹോസ്പിറ്റലിൽ ബൂയാന്റെ ഫ്രണ്ട് യൂച്ചാന് കോൾ ചെയ്യാണ്. ഷിയാങ്ങും ഇത് ഹോസ്പിറ്റലിലാണ്, ജിയാങ്ങിനെതിരെ ഒരു എവിഡൻസും കിട്ടിയിട്ടില്ല, അന്വേഷിക്കുന്നുണ്ടെന്നൊക്കെ അവൻ ഫോണിൽ പറയും. ഇവിടെ സീനിയറും ആകെ പേടിച്ച് ഓടി വന്ന് ബൂയാനെ പറ്റി ചോദിക്കും. അപ്പോൾ ഷിയാങ്ങിന്റെ ഫാമിലി ആരാണെന്ന് ചോദിച്ച് അങ്ങോട്ട് നേഴ്സ് വരും. അപ്പൊ യൂച്ചൻ ഞാൻ അവന്റെ അച്ഛനാണ്, എന്താ കാര്യമെന്ന് നേഴ്സിനോട് ചോദിക്കും. അവൻക്ക് കുറച്ച് ബ്ലഡ് ആവശ്യമുണ്ട്, അവന്റെ ബ്ലഡ് എ പോസിറ്റീവാണ്, എ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒ ഗ്രൂപ്പ് ഏതെങ്കിലും ഒന്ന് വേണമെന്ന് നേഴ്സ് പറയും. അപ്പോ അവൻ ഞാനും എ ഗ്രൂപ്പാണ്, നിങ്ങൾ എന്റെ ബ്ലഡ് എടുത്തോളൂ എന്ന് അവൻ പറയും. അപ്പൊ നേഴ്സ് സോറി ആക്ച്വലി അവന്റെ ഫാമിലിയിൽ നിന്നുള്ള ബ്ലഡ് അല്ല വേണ്ടതെന്ന് പറയുമ്പോൾ ആക്ച്വലി ഞാൻ അവന്റെ ബയോളജിക്കൽ ഫാദർ അല്ല, സോ നിങ്ങൾ എന്റെ ബ്ലഡ് എടുത്തോളൂ എന്ന് അവൻ പറയും. ഇത് കേട്ട് സീനിയർ വേണ്ട ഇവന്റെ ബ്ലഡ് വേണ്ട, നിങ്ങൾ വേറെ ആരുടെയും എടുത്തോളൂ എന്ന് പറയും. ആക്ച്വലി സീനിയർക്ക് എല്ലാ സത്യവും അറിയാമല്ലോ. അപ്പോ നേഴ്സ് നിങ്ങളുടെ ഓ ടൈപ്പ് അല്ലേ, അതിനേക്കാളും ബെറ്റർ ഇവരുടേതാണ്, സോ ഞാൻ ഇവന്റേത് എടുത്തോളാമെന്ന് പറയും. ആകെ ഭ്രാന്ത് പിടിച്ച സീനിയർ ഏറെ വിഷമത്തോടെ വേണ്ട ഇവന്റെ ബ്ലഡ് വേണ്ട, ഇവൻ അവരുടെ അച്ഛനാണെന്ന് പറയും. ഇത് കേട്ട് യൂച്ചാനാകെ ഷോക്കാകും. ശേഷം സീനിയർ ഞാൻ ബ്ലഡ് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടുന്ന് പോകും. ഇവിടെ സത്യം പറഞ്ഞ് യൂച്ചാനാകെ ഷോക്കായി കിടക്കാണ്. അപ്പോ അവര് എനിക്ക് പിറന്ന കുഞ്ഞുങ്ങളാണോ, അപ്പോ അവൾ ഇത്രയും കാലം ഒറ്റക്കാണ് കഷ്ടപ്പെട്ട് വളർത്തിയെ എന്നൊക്കെ ആലോചിച്ച് ഫീലായി ഇരിക്കാണ്. അപ്പോ അങ്ങോട്ട് വെള്ളി വരും. അപ്പോ അവൻ അവളോട് നീ കാരണം എന്റെ ഭാര്യയും മോനും മരിച്ചു പോകേണ്ടതായിരുന്നു, പ്ലീസ് ഇനി നീ എന്റെ മുന്നിലേക്ക് വരരുതെന്ന് പറയുമ്പോൾ എന്നോട് ക്ഷമിക്കട യൂച്ചാൻ എന്ന് പറഞ്ഞ് ഫീൽ ചെയ്യും. എന്നിട്ട് അവള് പോലീസിന് കോൾ ചെയ്തിട്ട് ഞാനാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞ് കീഴടങ്ങും. ഇപ്പൊ ബൂയനെ നോർമൽ വാർഡിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോ അവൻ അവളോട് അപ്പോ ഇത്രയും നാൾ നീ ഒറ്റയ്ക്ക് എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാകും, ഇതെല്ലാം ഞാൻ ഇത്രയും നാൾ അറിയാതെ പോയല്ലേ എന്ന് പറഞ്ഞ് അവൻ സങ്കടത്തോടെ കരയും. അപ്പോ അവളെ എന്തു പറ്റി, നീ എന്തിനാ കരയുന്നേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇനി ഷിയാങ്ങിന് എന്തെങ്കിലും പറ്റിയോന്ന് കരുതിയിട്ട് അവളൊന്ന് പേടിക്കും. അപ്പോ അവൻ നമ്മുടെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, അവൻ നോർമലാണെന്ന് പറയും. എന്ത് നമ്മുടെ പയ്യനോ, അപ്പൊ നീ സത്യങ്ങളെല്ലാം അറിഞ്ഞോന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ അവളുടെ കവിളിന് പിടിച്ചിട്ട് അതെ ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്, എന്നോട് ക്ഷമിക്കടി, ഇതിനെപ്പറ്റി എനിക്ക് മുന്നേ അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് അവൻ കരയും. അവളും അവനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. അതേസമയം ഹീറോയിന്റെ അച്ഛനും കോമയിൽ നിന്ന് എണീക്കും. ശേഷം അയാൾ ബൂയാനെയും കൂട്ടി യൂച്ചന്റെ അമ്മയുടെ അടുത്തേക്ക് സംസാരിക്കാനായിട്ട് വരികയാണ്. എന്നാൽ എനിക്ക് ആരെയും കാണണ്ടെന്ന് പറഞ്ഞിട്ട് അവർ അകത്ത് ഒരൊറ്റ ഇരിപ്പാണ്. അപ്പോ അച്ഛൻ 20 വർഷം മുമ്പ് ഞാനും നിങ്ങളുടെ ഭർത്താവും ചേർന്നാണ് ഒരു കമ്പനി ആരംഭിച്ചത്. അപ്പോ എന്തോ ഒരു പ്രശ്നത്തെ പറ്റി പറഞ്ഞ് കമ്പനിയിലെ എംപ്ലോയീസ് എല്ലാം ചേർന്ന് അവരെ അടിക്കുകയുണ്ടായി. അങ്ങനെയാണ് അവർ മരിച്ചുപോയത്. അതിനുശേഷം ഞാൻ നിങ്ങളെ ഒരുപാട് അന്വേഷിച്ചിരുന്നു, പക്ഷെ അപ്പോഴേക്കും നിങ്ങൾ സ്ഥലം മാറി എങ്ങോട്ടോ പോയി. 20 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. നമ്മുടെ 2 മക്കളെയും തമ്മിൽ കല്യാണം കഴിപ്പിക്കണമെന്ന് അവൻ എന്നോട് പ്രോമിസ് ചെയ്തിരുന്നു, അത് നിറവേറ്റേണ്ട സമയം വന്നിരിക്കുന്നു. ഇതെല്ലാം അച്ഛൻ പറയുമ്പോൾ യു ചങ്ങമ്മയോട് അമ്മ ഇതൊന്നും കാര്യമാക്കണ്ട, ഞാൻ അയാളുടെ ബുയാനെയും കൂട്ടി അവിടുന്ന് പോകാൻ പറയാമെന്ന് പറയും.
അപ്പോ അമ്മ ഇത്രയും കാലം ഞാൻ വിചാരിച്ചത് അച്ഛൻ മരിക്കാൻ കാരണം ഇയാളാണെന്നാണ്. ആ ദേഷ്യത്തിലാണ് ഞാൻ പൂയാനോടും ദേഷ്യപ്പെട്ടിരുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ രണ്ട് കുഞ്ഞുങ്ങളും മുത്തശ്ശിന്ന് വിളിച്ചിട്ട് ഓടി വരും. മുത്തശ്ശി, ഞങ്ങൾ മുത്തശ്ശി ഉണ്ടാക്കി തരുന്ന കുക്കീസ് എല്ലാം മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴേക്കും മുത്തശ്ശിയുടെ കോപമെല്ലാം മാറി കൂളായിട്ട് വരും. ശരി, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ഈ മുത്തശ്ശിയോട് പറ, മുത്തശ്ശി നിങ്ങൾക്ക് ഉണ്ടാക്കി തരാമെന്ന് പറയും. കൂടാതെ ഇന്നത്തെ ഡിന്നറിന് പൂയാന്റെ അച്ഛനെയും അമ്മ ക്ഷണിക്കും. ഇവിടെ നൈറ്റിൽ യൂജൻ പൂയാനോട് നമ്മൾ ഫസ്റ്റ് മീറ്റ് ചെയ്തത് നിനക്ക് ഓർമ്മയുണ്ട്? ആ പിന്നല്ലാതെ. അപ്പോ നീ കോൺട്രാക്ടിന് മാത്രമാണ് ഇങ്ങോട്ട് വന്നേ? എടാ പൊട്ട, അതിന് മാത്രമല്ല, ഞാൻ നിന്നെ വീണ്ടും പ്രൊപ്പോസ് ചെയ്യാൻ വന്നതാണ്. സ്റ്റാർട്ടിങ്ങിൽ നിനക്ക് എന്തൊരു ജാടയായിരുന്നു. നിന്റെ അപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ് ഞാൻ ഒരിക്കലും മറക്കില്ല എന്നവൾ പറയുമ്പോൾ 6 വർഷം മുമ്പ് എന്നെ വിട്ടിട്ട് പോയവൾ പെട്ടെന്ന് വന്നിട്ട് കോൺട്രാക്ട് മാരേജ് ചെയ്താൽ പണം തരാമെന്ന് പറഞ്ഞാൽ ആർക്ക ദേഷ്യം വരാതിരിക്കുക? അതും 6 വർഷം മുമ്പ് ഞാൻ നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയുമോ? ആഹാ, അതെയോ? ആരാണെന്നറിയാത്ത പെണ്ണിനെ നീ അത്രക്കും അന്വേഷിച്ചോ എന്നൊക്കെ അവൾ ചിരിച്ചോണ്ട് പറയും. അപ്പോ അവൻ, അല്ല നിന്റെ അച്ഛൻ പറഞ്ഞത് നീ മറന്നോ? ചെറിയ പ്രായത്തിലെ നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ്. അപ്പോ ചെറുപ്പത്തിലെ നീ എനിക്ക് വിധിച്ചവളാണ്. ഇനി മേലിൽ നീ ഒരു കാര്യം ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യരുത്. ഇനി ഞാനുമില്ലേ നിന്റെ കൂടെ. ഇനി നമുക്ക് രണ്ടുപേർക്കും എല്ലാം ഒരുമിച്ച് ചെയ്യാമെന്ന് അവൻ പറയും. ആഹാ, ഇപ്പോ വലിയ ആളായല്ലോ. കുഞ്ഞുങ്ങൾ കാരണമാണോ നിനക്ക് ഇപ്പോ എന്റെ മേൽ ഫീലിങ്സ് ഒക്കെ വന്നത്? അപ്പോ അവൻ, അതിനു മുന്നേ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവൻ അവളെ കിസ് ചെയ്യും. നമ്മുടെ ഹീറോ ഇല്ലീഗൽ സബ്സ്റ്റൻസ് ഉപയോഗിച്ചിട്ടാണ് ബാൻ ചെയ്തത് എന്ന കാര്യങ്ങളെല്ലാം ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ട്. അന്ന് 6 വർഷം മുമ്പ് ഒരാളുമായി ഫൈറ്റ് ചെയ്ത് വിൻ ചെയ്തിരുന്നല്ലോ. വീണ്ടും യൂജൻ അവരുമായി ഫൈറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോ ബോയാൻ വന്നിട്ട്, നീ ഒരുപാടായില്ല ബോക്സിംഗിൽ പങ്കെടുത്തിട്ട്. അവൻ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. അവൻ ഉറപ്പായും നിന്നെ റിങ്ങിനുള്ളിൽ വെച്ച് കൊല്ലും. നീ പോകരുതെന്ന് പറയും. നീ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നേ? നിനക്ക് എന്നെ വിശ്വാസമില്ല? ഇത് ഉറപ്പായും നല്ല രീതിയിൽ ഞാൻ ഹാൻഡിൽ ചെയ്തോളാമെന്ന് പറഞ്ഞ് നീ ഒന്ന് ചിരിക്കടാ, അപ്പോഴാ എനിക്കൊരു ഊർജ്ജം ഉണ്ടാകുമെന്ന് പറഞ്ഞ് റൊമാൻറ്റിക് ആവും. ഇപ്പോ ഇവിടെ മാച്ച് സ്റ്റാർട്ട് ആയിരിക്കാണ്. സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ഹിന്ദി ഫിലിം പോലെയാണ്. ഹീറോക്കാണ് നല്ല അടി കിട്ടുന്നത്. പക്ഷെ ലാസ്റ്റ് ചാൻസിൽ ഹീറോ നല്ലോണം തിരിച്ചടിച്ച് മാച്ചിൽ വിൻ ചെയ്യും. 6 വർഷമായി അവൻ റിങ്ങിനുള്ളിൽ കയറിയിട്ട് ഇത്രയും വർഷം അവൻ അമ്മക്കും വേണ്ടിയാണ് കഷ്ടപ്പെട്ടത്. ഇപ്പോ എല്ലാവരും അവന്റെ യഥാർത്ഥ ശക്തി ലോകം മൊത്തം അറിഞ്ഞു കഴിഞ്ഞു. അങ്ങനെ യൂജൻ അവളെ റിങ്ങിനുള്ളിലേക്ക് വിളിച്ചിട്ട് വിൻ ചെയ്ത ട്രോഫി അവൾക്ക് കൊടുത്തിട്ട് ഇതിനെല്ലാത്തിനും കാരണം നീയാണെന്ന് പറഞ്ഞിട്ട് അവൻ അവളെ പ്രൊപ്പോസ് ചെയ്യും. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരൊക്കെ യെസ് പറ എന്ന് പറഞ്ഞിട്ട് അവളെ ചിയേഴ്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവസാനം അവൾ അവനെ കിസ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യും. ശേഷം വീട്ടിലെത്തിയിട്ട് അവൻ രണ്ടാളോടും, ഷിയാങ് ഷെങ്, ഈ 5 വർഷം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ല. ഇനി ഞാൻ നിങ്ങളെയും അമ്മയും നന്നായി നോക്കും. ഒരു പ്രോബ്ലംസ് വരാതെ ഞാൻ നിങ്ങളെ പ്രൊട്ടക്ഷൻ ചെയ്യും. എനിക്ക് ഒരേ ഒരു ചാൻസ് തരുമോ? നിങ്ങൾ എന്നെ അച്ഛാന്നൊന്ന് വിളിക്കാവോ? അപ്പൊ കുഞ്ഞുങ്ങൾ ഭയന്ന് ഇല്ലെന്ന് പറഞ്ഞ് തലയാട്ടും. അപ്പൊ ബൂയാൻ വന്ന്, നോക്കു മക്കളെ, ഇവരാണ് നിങ്ങളുടെ അച്ഛൻ, ഒരേ ഒരു ചാൻസ് കൊടുത്തൂടെ എന്ന് പറഞ്ഞതും ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെ കിട്ടിയെന്നും പറഞ്ഞ് അവർ സന്തോഷത്തോടെ അച്ഛാന്ന് വിളിച്ച് അവനെ കെട്ടിപ്പിടിക്കും. ഇപ്പോ ഇവിടെ സ്റ്റാർട്ടിംഗ് സീനിൽ ബൂയ മൈക്ക് വെച്ച് വിളിച്ചു പറഞ്ഞതുപോലെ ഇപ്പോഴും അവള് മൈക്ക് പിടിച്ചിട്ട് നാട്ടുകാരെ, വില്ലേജിലുള്ള മക്കളെ, യുചാങ്ങിന്റെ ഫിയാൻസി ഞാനാണ്, ഞാനും അവനും തമ്മിൽ കല്യാണം കഴിക്കാൻ പോകുകയാണ് എന്നൊക്കെ പറയും. അങ്ങനെ അവരുടെ കല്യാണം ഈ ബോട്ടിൽ വെച്ചാണ് നടക്കുന്നത്. ബോട്ടെല്ലാം ഫ്ലവർ വെച്ച് ബ്യൂട്ടിഫുൾ ആയിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. മാത്രവുമല്ല അവൾ അവനക്ക് നല്ലൊരു സർപ്രൈസുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ബൂയാൻ കൺസീവ് ആണ്. ഇത് അവള് വയറു തൊട്ടിട്ട് അവനോട്, ഇനി നമ്മുടെ വീട്ടിലേക്ക് വേറെ 2 പേരും കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞതും അവൻ വളരെ ഹാപ്പി ആകും. അവൻ കയ്യിലുണ്ടായിരുന്ന കൂടെയൊക്കെ തട്ടിക്കളഞ്ഞ് അവളെ പോയി കിസ് ചെയ്യും. ഈ ഒരു സീൻ സീനിയർ വളരെ സങ്കടത്തോടെ ഇവിടെ നിന്നും കാണുകയാണ്. അവൻ ചെയ്ത എല്ലാ തെറ്റിനും പിന്നീട് പോലീസ് അവനെ പിടിക്കുന്നുണ്ട്. അതോടെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രാമ ഇവിടെ അവസാനിക്കുന്നു. ഈ ഒരു ഡ്രാമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ക്യാരക്ടർ ആരാണെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ. അടുത്തത് ഏത് ഡ്രാമ ചെയ്യണമെന്ന് നിങ്ങൾ സജസ്റ്റ് ചെയ്താൽ മറ്റൊരു നല്ല ഡ്രാമയുമായി ഞാൻ വരുന്നതാണ്. ബൈ.